നമസ്കാരം. അവഗണന സഹിക്കാൻ പറ്റുന്നില്ലേ? ഇതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ഒരു അവഗണന പോലും വലിയ മാനസിക പ്രശ്നങ്ങളിലേക്കും സ്വയം പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്കും നിങ്ങളെ തള്ളിവിടുന്നുണ്ടോ? എങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. തങ്ങൾ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അവഗണന നേരിടേണ്ടി വന്നാൽ സ്വയം പീഡിപ്പിക്കുകയും മരിക്കാൻ വരെയൊക്കെ പോവുകയും ചെയ്യുന്ന ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ളവർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വ്യക്തിത്വ വൈകല്യം അനുഭവിക്കുന്നവരാവാൻ സാധ്യതയുണ്ട്. നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ നിയന്ത്രിക്കാനാകും. സാധാരണ കാണപ്പെടുന്ന 10 വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഒന്നാണ് ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യം. ജനസംഖ്യയുടെ ഏകദേശം 15% പേർക്കും പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകും. ഇതിൽ ഏകദേശം 50% പേരും ബോർഡർ ലൈൻ വ്യക്തിത്വ വൈകല്യം അനുഭവിക്കുന്നവരാകാനാണ് സാധ്യത. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ 2/3 ഭാഗവും സ്ത്രീകളാണ്. ന്യൂറോസിസിനും സൈക്കോസിസിനും ഇടയിലുള്ളത് എന്ന അർത്ഥത്തിലാണ് ബോർഡർ ലൈൻ എന്ന പേര് ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാനും നമുക്കിത് ഉണ്ടോ എന്ന് സ്വയം ടെസ്റ്റ് ചെയ്യാനും ചില സ്വഭാവങ്ങൾ നിരീക്ഷിച്ചാൽ മതി. ആവർത്തിച്ചുള്ള ആത്മഹത്യാ പെരുമാറ്റം, ആംഗ്യങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ, അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പെരുമാറ്റം, വൈകാരിക അസ്ഥിരത, അതായത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അമിതമായ കോപം അല്ലെങ്കിൽ ഉത്കണ്ഠ, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് മറ്റുള്ളവരുമായി തീവ്രമായി ബന്ധങ്ങൾ ഉണ്ടാക്കാനും പെട്ടെന്ന് ബെസ്റ്റിയായി കൂടെ കൂടാനും ഒക്കെ സാധിക്കും. ഒരുമിച്ച് ധാരാളം സമയം ചെലവഴിക്കാനും താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇവർ പൊട്ടിത്തെറിക്കും. ഇവർ സ്നേഹിക്കുന്ന ആളുടെ കഴിവുകളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന അതേ വേഗത്തിൽ ബന്ധങ്ങളെ തള്ളിപ്പറയുകയും താഴ്ത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അവരെ വില കുറച്ച് കാണുന്നതിലേക്ക് വേഗത്തിൽ മാറിയേക്കാം. സ്നേഹിക്കുന്നയാൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, വേണ്ടത്ര സമയം നൽകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്നില്ല എന്ന തോന്നലാണ് ഇവരെ ഈ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ വ്യക്തികൾക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും അത് വളർത്താനും കഴിയും. അതായത് സ്നേഹിക്കുന്നയാളുടെ കാര്യങ്ങൾ സ്വന്തം കാര്യം പോലെ ചെയ്യാനുള്ള ശേഷിയുണ്ടാകും. പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റേയാൾ ഒപ്പമുണ്ടാകണമെന്ന പ്രതീക്ഷ മനസ്സിലുണ്ടാകും. ഇത് തെറ്റിയാൽ വൻ വൈകാരിക പ്രശ്നങ്ങളിലേക്ക് ഇവർ വഴുതി വീഴും. മറ്റുള്ളവരെക്കുറിച്ചുള്ള അഭിപ്രായം പെട്ടെന്നും നാടകീയവുമായി ഇവർ മാറ്റും. മറ്റുള്ളവരെ പരോപകാരികളാണെന്ന് പറയുന്ന അടുത്ത സെക്കൻഡിൽ അവർ ക്രൂരരാണെന്ന് ഇവർ പറയാം. ഇത്രക്കാൾ ഉള്ളിൽ എപ്പോഴും ഒരു ശൂന്യത സൂക്ഷിക്കുന്നവരായിരിക്കും. എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അവസരത്തിന് ചേരാത്ത തീവ്രമായ കോപം, അല്ലെങ്കിൽ കോപം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ പ്രകടിപ്പിക്കാം. ഉദാഹരണത്തിന് പതിവ് കോപപ്രകടനങ്ങൾ, നിരന്തരമായ കോപം, ആവർത്തിച്ച് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കൽ, മാനസിക സമ്മർദ്ദമുണ്ടായാൽ ഭ്രാന്തമായ ആശയങ്ങൾ വരെ ഇവർ പ്രകടിപ്പിക്കും. വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് ഇവർ. തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളെ ഉപേക്ഷിക്കുമോ എന്ന ഭീതിയാൽ ഭ്രാന്തമായ രീതിയിൽ പെരുമാറുന്നവർ, മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ അതിവൈകാരികമായി പ്രതികരിക്കുന്നവർ, തങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിതീവ്രമായ ദേഷ്യം പ്രകടിപ്പിക്കുന്നവർ, തങ്ങൾ സ്നേഹിക്കുന്നവർ തങ്ങളെ ഒഴിവാക്കുന്നത് തങ്ങളെ മോശക്കാരനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പിടിവിട്ട് ദേഷ്യപ്പെടുന്നത്. 1-2 പ്രാവശ്യം കണ്ടാൽ മതി കാണുന്നവർ തങ്ങളുടെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നവർ, ഇവരുടെ കൂടെ കുറേ സമയം ചെലവഴിക്കുന്നവർ, വളരെ സ്വകാര്യമായ വിവരങ്ങൾ വരെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പങ്കുവയ്ക്കുന്നവർ, പെട്ടെന്ന് തങ്ങളുടെ സ്വന്തം എന്ന് വിചാരിച്ച് പുകഴ്ത്തുകയും ചെറിയ എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങൾ സുഹൃത്തിൽ കണ്ടാൽ ഉടനെ തന്നെ അവരെ വില കുറച്ചു കാണുകയും ചെയ്യുന്നവർ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ സ്വന്തം കാര്യം പോലെ ചെയ്തു കൊടുക്കുകയും എന്നാൽ തങ്ങൾ ചെയ്തതുപോലെ തങ്ങൾക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവർ ഉണ്ടാകണമെന്ന് അമിതമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർ, അവനവനെപ്പറ്റി ബോധ്യമില്ലാത്തതിനാൽ എപ്പോഴും താൻ ആരാണ്, തൻ്റെ റോൾ എന്താണ് എന്ന തരത്തിലൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവർ, താൻ മോശമാണെന്നും തിന്മയാണെന്നും ചിന്തിക്കുന്നവർ, ചിലപ്പോൾ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നില്ല എന്ന ചിന്തയിലേക്ക് വരെ വരുന്നവർ, പ്രേരണകൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇവരുടെ പ്രത്യേകതയാണ്. സ്വയം നശിപ്പിക്കുന്ന പ്രവണത കാണിക്കുന്ന ഇവർ ചൂതാട്ടത്തിലും മറ്റും പോയി പണം ഉത്തരവാദിത്തമില്ലാതെ ചെലവഴിക്കുന്ന സ്വഭാവം കാണിച്ചേക്കാം. അമിതമായി ഭക്ഷിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ, അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർ, തുടർച്ചയായി ആത്മഹത്യാ പ്രവണതകളും ആംഗ്യങ്ങളും കാണിക്കുന്നവർ ഒക്കെ ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരാവാൻ സാധ്യതയുണ്ട്. തങ്ങൾക്ക് കരുതലും സ്നേഹവും തരുന്നവർ തങ്ങളെ അവഗണിക്കുന്നു എന്ന് തോന്നിയാൽ നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്തിലേക്ക് വഴുതി വരുന്നവർ, പിരിമുറുക്കം കൂടുമ്പോൾ സംശയരോഗത്തിലേക്കും ഇവർ വീഴാം. ഇതെല്ലാം എനിക്കുണ്ടോ എന്നോർത്ത് സ്വയം വൈകല്യത്തിന് ഉടമയാണെന്ന് ചിന്തിക്കരുത്. ചില ലക്ഷണങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞെന്ന് മാത്രം. വ്യക്തിത്വ വൈകല്യങ്ങൾ പലതിനും ഒരേ ലക്ഷണങ്ങൾ വരാം. അതൊരു സൈക്കോളജിസ്റ്റിന് മാത്രമേ തിരിച്ചറിയാനും പരിഹാരം നിർദ്ദേശിക്കാനും സാധിക്കൂ. ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ മടിക്കേണ്ട.